Dear students, welcome to the classroom of Political Science. Political Science-ന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. In this class, we are discussing about secularism. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്നത്തെ ക്ലാസ് റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സെക്കുലറിസം അഥവാ മതേതരത്വം എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ടു കൺസെപ്റ്റ്സ് ഓഫ് സെക്കുലറിസം, സെക്കുലറിസത്തിൻ്റെ രണ്ട് ആശയങ്ങൾ, വെസ്റ്റേൺ കൺസെപ്റ്റ് ഓഫ് സെക്കുലറിസം, സെക്കുലറിസത്തിൻ്റെ പാശ്ചാത്യ മാതൃക, ഇന്ത്യൻ കൺസെപ്റ്റ് ഓഫ് സെക്കുലറിസം, സെക്കുലറിസത്തിൻ്റെ ഇന്ത്യൻ കാഴ്ചപ്പാടുകൾ, സെക്കുലറിസത്തിനെതിരെയുള്ള വിമർശനങ്ങൾ, ക്രിറ്റിസിസം അഗെയിൻസ്റ്റ് secularism. Dear students, the concept of secularism is a controversial one. There are people who support and oppose secularism. We also find people who publicly support secularism and privately act against it. There are people who argue that secularism is a Western concept and we cannot accept it. Whatever the view on secularism, the relevance of contemporary world cannot be ignored. സെക്കുലറിസം എന്ന ആശയം പലപ്പോഴും ഒരു വിവാദ വിഷയമാകാറുണ്ട്. മതേതരത്വത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട്. ചില ആളുകൾ പറയാറുണ്ട് മതേതരത്വം എന്നത് പാശ്ചാത്യമായ ഒരു ആശയമാണ്, അതുകൊണ്ട് നമുക്ക് അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. വാദഗതികൾ എന്തുതന്നെ ആയിരുന്നാലും ആധുനിക കാലത്ത് സെക്കുലറിസം എന്ന ആശയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമുക്കൊരിക്കലും ഈ ആശയങ്ങൾ മറക്കാൻ പറ്റില്ല. ഇതിൻ്റെ ആനുകാലിക പ്രസക്തി തള്ളിക്കളയാനാവില്ല. ആസ് എ പൊളിറ്റിക്കൽ ഫിലോസഫി, സെക്കുലറിസം ഹാസ് ബീൻ സബ്ജക്റ്റഡ് ടു മച്ച് ക്രിറ്റിസിസം ആൻഡ് ഡിസ്കഷൻ. വെൻ ദെയർ ഈസ് സം കൈൻഡ് ഓഫ് communal rights between certain religions, it is accepted that the secularist concepts are harmed. In every society which a diverse religion, secularism has its importance. When religion shows dominating behavior, there comes the importance of secularism. ഒരു രാഷ്ട്രീയ തത്വചിന്ത എന്ന നിലയിൽ മതേതരത്വം എന്ന ആശയം വളരെയധികം ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിതെളിച്ചിട്ടുണ്ട്. രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ ലഹളകളോ തർക്കങ്ങളോ ഉണ്ടാകുമ്പോൾ മതേതര ആശയങ്ങൾക്ക് ഹാനി ഉണ്ടാകുന്നതായി കരുതപ്പെടുന്നു. വൈവിധ്യമായ സമൂഹത്തിൽ എന്നും മതേതരത്വം എന്ന ആശയത്തിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ എന്താണ് മതേതരത്വം? സെക്കുലറിസം സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ഓൾ കൈൻഡ് ഓഫ് റിലീജിയസ് ഡോമിനൻസ്. സെക്കുലറിസം എന്ന് പറയുന്നത് എല്ലാവിധ മത മേധാവിത്വങ്ങളെയും എതിർക്കുന്ന ഒരു സങ്കല്പമാണ്. ലെറ്റ് us examine two types of religious dominance. First is inter-religious dominance. The preamble of the Indian Constitution is declared that India is a secular state. The Constitution says that every citizen of India has right to live freedom and dignity in any part of the society. Still, different types of dominations exist in our society. Secularism is an ideology which opposes all kinds of inter-religious dominance. ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്ന്
ആമുഖത്തിൽ തന്നെ പറയുന്നു. ഏതൊരു പൗരനും ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം ഉറപ്പു തരുന്നു. എന്നിരുന്നാലും ചില വിവേചനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നില്ലേ? എല്ലാവിധ അന്തർമത മേധാവിത്വങ്ങളെയും എതിർക്കുന്ന ഒരു സമീപനമാണ് സെക്കുലറിസം എന്ന ആശയത്തിനുള്ളത്. സെക്കൻഡ് ഐഡിയോളജി ഈസ് ഇൻട്രാ-റിലിജിയസ് ഡോമിനൻസ്. Secularism is not an anti-religious ideology. It acknowledges the importance of religions. Some people believe that religion is the opium of people. They believe that religion will disappear when the basic needs of people are satisfied and when people lead a happy and contented life. മതേതരത്വം എന്നത് മതവിരുദ്ധ സിദ്ധാന്തമല്ല. അത് മതത്തിൻ്റെ പ്രാധാന്യം അംഗീകരിക്കുന്നു. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറയപ്പെടുന്നു. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ മനുഷ്യൻ സന്തോഷവാനാകുമെന്നും മതം അപ്രത്യക്ഷമാകുമെന്നുമാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ലെറ്റ് us examine the Western model of secularism and Indian concept of secularism. There are two concepts of secularism. First is Western model of secularism, then secondly Indian model of secularism. സെക്കുലറിസത്തെ സംബന്ധിച്ച് രണ്ട് മാതൃകകളാണുള്ളത്. ഒന്ന് പാശ്ചാത്യ മാതൃക, രണ്ടാമത്തത് ഇന്ത്യൻ മാതൃക. എന്താണ് പാശ്ചാത്യ മാതൃക? All secular states have a common feature. It is not theocratic and does not establish an official religion. The inspiration of Western model of secularism is the American system. The Western secularism has adopted a clear stand on the relation between state and religion. എല്ലാ മതേതര രാഷ്ട്രങ്ങൾക്കും പൊതുവായ ഒരു സ്വഭാവമുണ്ട്. അവ മത അധിഷ്ഠിതമല്ല. മതേതരത്വത്തെക്കുറിച്ചുള്ള പാശ്ചാത്യ മാതൃകയുടെ പ്രചോദനം അമേരിക്കൻ മാതൃകയാണ്. രാഷ്ട്രവും മതവും തമ്മിൽ സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നു. വ്യക്തവും കൃത്യവുമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. ലെറ്റ് us examine the feature of Western secularism. എന്തെല്ലാമാണ് വെസ്റ്റേൺ സെക്കുലറിസത്തിൻ്റെ പ്രത്യേകതകൾ? സ്റ്റേറ്റ് ആൻഡ് റിലിജിയൻ കീപ്പ് വിത്തൗട്ട് മ്യൂച്വൽ ഇൻ്റർഫിയറൻസ്. രാഷ്ട്രവും മതവും പരസ്പരം ഇടകലരാതെ കൃത്യമായ അകലം പാലിക്കുന്നു. ഗിവ് ഇമ്പോർട്ടൻസ് ടു ഇൻഡിവിജ്വൽ ആൻഡ് ഇറ്റ്സ് റൈറ്റ്സ്. പാശ്ചാത്യ മതേതരത്വം വ്യക്തിക്കും വ്യക്തികളുടെ അവകാശങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു. ഗിവ് ഇമ്പോർട്ടൻസ് ടു ഈക്വാളിറ്റി ബിറ്റ്വീൻ ഡിഫറെൻറ്റ് റിലിജിയൻസ് ആൻഡ് ഗ്രൂപ്പ്. വ്യത്യസ്ത മതങ്ങൾക്ക് തുല്യത നൽകുകയും വ്യത്യസ്ത മതഗ്രൂപ്പുകളുടെ സമത്വത്തിന് പ്രാധാന്യം നൽകുന്നു. ഗിവ് ഇമ്പോർട്ടൻസ് ടു ഈക്വാളിറ്റി ബിറ്റ്വീൻ ഡിഫറെൻറ്റ് റിലിജിയൻസ് ആൻഡ് ഗ്രൂപ്പ്. സ്റ്റേറ്റ് ഡസ് നോട്ട് സപ്പോർട്ട് റിലീജിയസ് റിഫോംസ്. സാമുദായിക അടിസ്ഥാനത്തിലുള്ള പരിഷ്കാരങ്ങൾക്ക് പാശ്ചാത്യ മതേതരത്വം പ്രാധാന്യം നൽകുന്നില്ല. സ്റ്റേറ്റ് ഡസ് നോട്ട് ഗീവ് ഫിനാൻഷ്യൽ ഹെൽപ്പ് ടു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മതസ്ഥാപനങ്ങളെ രാഷ്ട്രം സാമ്പത്തികമായി സഹായിക്കുന്നില്ല. ലെറ്റ് us examine the Western model of secularism and Indian concept of secularism. There are two concepts of secularism. First is Western model of secularism, then secondly Indian model of secularism. സെക്കുലറിസത്തെ സംബന്ധിച്ച് രണ്ട് മാതൃകകളാണുള്ളത്. ഒന്ന് പാശ്ചാത്യ മാതൃക, രണ്ടാമത്തത് ഇന്ത്യൻ മാതൃക. എന്താണ് പാശ്ചാത്യ മാതൃക? All secular states have a common feature. It is not theocratic and does not establish an official religion. The inspiration of Western model of secularism is the American system. The Western secularism has adopted a clear stand on the relation between state and religion. എല്ലാ മതേതര രാഷ്ട്രങ്ങൾക്കും പൊതുവായ ഒരു സ്വഭാവമുണ്ട്. അവ മത അധിഷ്ഠിതമല്ല. മതേതരത്വത്തെക്കുറിച്ചുള്ള പാശ്ചാത്യ മാതൃകയുടെ പ്രചോദനം അമേരിക്കൻ മാതൃകയാണ്. രാഷ്ട്രവും മതവും തമ്മിൽ സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ച് വ്യക്തമായി
പ്രതിപാദിക്കുന്നു. വ്യക്തവും കൃത്യവുമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. ലെറ്റ് us examine the feature of വെസ്റ്റേൺ സെക്കുലറിസം. എന്തെല്ലാമാണ് വെസ്റ്റേൺ സെക്കുലറിസത്തിൻ്റെ പ്രത്യേകതകൾ? സ്റ്റേറ്റ് ആൻഡ് റിലിജിയൻ കീപ്പ് വിത്തൗട്ട് മ്യൂച്വൽ ഇൻ്റർഫിയറൻസ്. രാഷ്ട്രവും മതവും പരസ്പരം ഇടകലരാതെ കൃത്യമായ അകലം പാലിക്കുന്നു. ഗിവ് ഇമ്പോർട്ടൻസ് ടു ഇൻഡിവിജ്വൽ ആൻഡ് ഇറ്റ്സ് റൈറ്റ്സ്. പാശ്ചാത്യ മതേതരത്വം വ്യക്തിക്കും വ്യക്തികളുടെ അവകാശങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു. ഗിവ് ഇമ്പോർട്ടൻസ് ടു ഈക്വാളിറ്റി ബിറ്റ്വീൻ ഡിഫറെൻറ്റ് റിലിജിയൻസ് ആൻഡ് ഗ്രൂപ്പ്. വ്യത്യസ്ത മതങ്ങൾക്ക് തുല്യത നൽകുകയും വ്യത്യസ്ത മതഗ്രൂപ്പുകളുടെ സമത്വത്തിന് പ്രാധാന്യം നൽകുന്നു. ഗിവ് ഇമ്പോർട്ടൻസ് ടു ഈക്വാളിറ്റി ബിറ്റ്വീൻ ഡിഫറെൻറ്റ് റിലിജിയൻസ് ആൻഡ് ഗ്രൂപ്പ്. സ്റ്റേറ്റ് ഡസ് നോട്ട് സപ്പോർട്ട് റിലീജിയസ് റിഫോംസ്. സാമുദായിക അടിസ്ഥാനത്തിലുള്ള പരിഷ്കാരങ്ങൾക്ക് പാശ്ചാത്യ മതേതരത്വം പ്രാധാന്യം നൽകുന്നില്ല. സ്റ്റേറ്റ് ഡസ് നോട്ട് ഗീവ് ഫിനാൻഷ്യൽ ഹെൽപ്പ് ടു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മതസ്ഥാപനങ്ങളെ രാഷ്ട്രം സാമ്പത്തികമായി സഹായിക്കുന്നില്ല. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ കൺസെപ്റ്റ് എന്താണ്? ഇന്ത്യൻ മോഡൽ ഓഫ് സെക്കുലറിസം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. സംടൈംസ് ഇറ്റ് ഈസ് സെഡ് ദാറ്റ് Indian secularism is an imitation of Western secularism. This is a wrong view. Indian secularism is fundamentally different from Western secularism. The Western secularism gives importance to separation of state and religion, but Indian model of secularism does not emphasize on this aspect. The most important factor of Indian secularism is the idea of equality among religions or inter-religious equality. Let us examine the most important feature of Indian secularism. പലപ്പോഴും പാശ്ചാത്യ മതേതരത്വത്തിൻ്റെ ഒരു അനുകരണമാണ് ഇന്ത്യൻ മതേതരത്വം എന്ന് പറയാറുണ്ട്. ഇത് തികച്ചും തെറ്റായ ഒരു വാദഗതിയാണ്. Let us examine the features of Indian secularism. State make necessary interference in religious matters. രാഷ്ട്രം മതകാര്യങ്ങളിൽ തത്വാധിഷ്ഠിതമായ അകലം പാലിക്കുന്നു. പ്രൊട്ടക്ട് ദ റൈറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് റിലീജിയസ് കമ്മ്യൂണിറ്റി. വ്യക്തികളുടെ സ്വാതന്ത്ര്യവും മതങ്ങളുടെ സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നു. ഗിവ് ഇമ്പോർട്ടൻസ് ടു ഇക്വാളിറ്റി ബിറ്റ്വീൻ ഡിഫറെൻറ്റ് റിലിജിയൻസ്. വിവിധ മതങ്ങൾക്കിടയിലുള്ള സമത്വത്തിന് പ്രാധാന്യം നൽകുന്നു. ഗീവ് അറ്റൻഷൻ ടു ദ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് ശ്രദ്ധ നൽകുന്നു. സ്റ്റേറ്റ് സപ്പോർട്ട് റിലീജിയസ് റിഫോംസ്. മതപരിഷ്കരണത്തെ രാഷ്ട്രം പിന്തുണയ്ക്കുന്നു. ഗീവ് ഫിനാൻഷ്യൽ ഹെൽപ്പ് ടു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മതസ്ഥാപനങ്ങളെ രാഷ്ട്രം സാമ്പത്തികമായി സഹായിക്കുന്നു. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഇന്ത്യൻ സെക്കുലറിസം ഈസ് ആൻ imitation of Western secularism. This is a wrong view. Indian secularism is fundamentally different from Western secularism. The Western secularism gives importance to separation of state and religion, but Indian model of secularism does not emphasize on this aspect. The most important factor of Indian secularism is the idea of equality among religions or inter-religious equality. Let us examine the most important feature of Indian secularism. പലപ്പോഴും പാശ്ചാത്യ മതേതരത്വത്തിൻ്റെ ഒരു അനുകരണമാണ് ഇന്ത്യൻ മതേതരത്വം എന്ന് പറയാറുണ്ട്. ഇത് തികച്ചും തെറ്റായ ഒരു വാദഗതിയാണ്. Let us examine the features of Indian secularism. State make necessary interference in religious matters. രാഷ്ട്രം മതകാര്യങ്ങളിൽ തത്വാധിഷ്ഠിതമായ അകലം പാലിക്കുന്നു. പ്രൊട്ടക്ട് ദ റൈറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് റിലീജിയസ് കമ്മ്യൂണിറ്റി. വ്യക്തികളുടെ സ്വാതന്ത്ര്യവും മതങ്ങളുടെ സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നു. ഗീവ് ഇമ്പോർട്ടൻസ് ടു ഇക്വാളിറ്റി ബിറ്റ്വീൻ ഡിഫറെൻറ്റ് റിലിജിയൻസ്. വിവിധ മതങ്ങൾക്കിടയിലുള്ള സമത്വത്തിന് പ്രാധാന്യം നൽകുന്നു. ഗീവ് അറ്റൻഷൻ ടു ദ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് ശ്രദ്ധ നൽകുന്നു. സ്റ്റേറ്റ് സപ്പോർട്ട് റിലീജിയസ് റിഫോംസ്. മതപരിഷ്കരണത്തെ രാഷ്ട്രം പിന്തുണയ്ക്കുന്നു. ഗീവ് ഫിനാൻഷ്യൽ ഹെൽപ്പ് ടു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മതസ്ഥാപനങ്ങളെ രാഷ്ട്രം സാമ്പത്തികമായി സഹായിക്കുന്നു. നമ്മൾ രണ്ട് തരത്തിലുള്ള കൺസെപ്റ്റുകൾ, ആശയങ്ങളാണ് കണ്ടത്, സങ്കല്പങ്ങളാണ് കണ്ടത്. ഇന്ത്യൻ മതേതരത്വം ധാരാളം വെല്ലുവിളികൾ നേരിടുന്നു.
അവ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ലെറ്റ് us എക്സാമിൻ ദ ക്രിറ്റിസിസം ഓഫ് ഇന്ത്യൻ സെക്കുലറിസം. ഇന്ത്യൻ സെക്കുലറിസത്തിനെതിരായുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ആൻറ്റി റിലിജിയസ് എന്ന് പറഞ്ഞാൽ മതവിരുദ്ധത. ഇന്ത്യൻ മതേതരത്വം മതവിരുദ്ധമാണെന്ന് വിമർശകർ അഭിപ്രായപ്പെടുന്നു. മതകാര്യങ്ങളിൽ രാഷ്ട്രത്തിൻ്റെ ഇടപെടൽ അനുവദിക്കുന്നതാണ് ഈ വിമർശനത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ സ്ഥാപിത മതങ്ങളുടെ മേധാവിത്വത്തെയാണ് ഇന്ത്യൻ മതേതരത്വം എതിർക്കുന്നത്. മതേതരത്വം മതപരമായ സത്വത്തിന് ഭീഷണിയാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ മതേതരത്വം മതസ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതര മതങ്ങളോട് വിദ്വേഷവും വെറുപ്പും വളർത്തുന്ന ഹിംസാത്മകവും മതാന്തവുമായ കാഴ്ചപ്പാടുകളെയാണ് ഇന്ത്യൻ മതേതരത്വം എതിർക്കുന്നത്. രണ്ടാമതായി മതേതരത്വത്തെ സംബന്ധിച്ച വിമർശനം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഇമ്പോർട്ട് അഥവാ പാശ്ചാത്യ ഇറക്കുമതി എന്നാണ്. മതേതരത്വം പാശ്ചാത്യമായ ആശയമാണെന്നും അതിനാൽ അത് ഇന്ത്യൻ സംസ്കാരങ്ങൾക്ക് യോജിച്ചതല്ലെന്നും വിമർശകർ അഭിപ്രായപ്പെടുന്നു. പാശ്ചാത്യമാണ് എന്നതുകൊണ്ട് മാത്രം ഇന്ത്യൻ സമൂഹത്തിന് അനുയോജ്യമല്ല എന്ന് പറയുന്നതിൽ കഴമ്പില്ല. രാഷ്ട്രത്തെയും മതത്തെയും വേർതിരിക്കുക എന്ന ആശയത്തിൽ അധിഷ്ഠിതമാണ് പാശ്ചാത്യ മതേതരത്വം എന്ന് മനസ്സിലാക്കിയല്ലോ. ഈ ആശയത്തെ എല്ലാ സമൂഹങ്ങളിലും ഒരേ മാതൃകയിലല്ല സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യൻ മതേതരത്വം ഈ ആശയത്തിൽ അധിഷ്ഠിതമല്ല. ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ് ഇന്ത്യൻ മതേതരത്വ സങ്കല്പം. വിവിധ മതസമുദായങ്ങൾ തമ്മിലുള്ള സമാധാനപരമായ സഹവർത്തിത്വം എന്ന ആശയത്തിന് ഇത് ഊന്നൽ നൽകുന്നു. മതേതരത്വത്തെ സംബന്ധിച്ച മൂന്നാമത്തെ വിമർശനം എന്ന് പറയുന്നത് ന്യൂനപക്ഷത്വം എന്നുള്ളതാണ്. ഇന്ത്യൻ മതേതരത്വത്തെക്കുറിച്ചുള്ള മറ്റൊരു ആരോപണം അതിന് ന്യൂനപക്ഷത്വം ഉണ്ടെന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ പ്രത്യേക അവകാശങ്ങളായി കാണേണ്ടതില്ലെന്നും മറ്റുള്ളവരോട് കാണിക്കുന്ന അതേ അന്തസ്സും ആദരവും അവരോടും കാണിക്കുന്നേ അർത്ഥമുള്ളൂ എന്നും അനുകൂലിക്കുന്നവർ അഭിപ്രായപ്പെടുന്നു. മറ്റൊരു വിമർശനമാണ് ഇന്ത്യൻ മതേതരത്വത്തിനെതിരെയുള്ള മറ്റൊരു വിമർശനമാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം. ഇന്ത്യൻ മതേതരത്വം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നത് മറ്റൊരു പ്രധാന വിമർശനമാണ്. പ്രായോഗികമായി നോക്കുമ്പോൾ അത് പൂർണ്ണമായും തെറ്റല്ല. തെരഞ്ഞെടുപ്പിൽ വോട്ട് ലഭിക്കുന്നതിനായി രാഷ്ട്രീയ കക്ഷികൾ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. ഇത് എല്ലായ്പ്പോഴും തെറ്റാകണമെന്നില്ല. എന്നാൽ ഒരു വിഭാഗത്തിൻ്റെ ക്ഷേമത്തിനായി മറ്റൊരു വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ ബലികഴിച്ചാൽ അത് മതേതര സങ്കല്പങ്ങൾക്ക് വിരുദ്ധമാണ്. ഇത് സംഭവിക്കുന്നുവെങ്കിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അപകടകരമല്ല. മറ്റൊരു വിമർശനമാണ് ഇടപെടൽ. ഇന്ത്യൻ മതേതരത്വത്തിന് നിയന്ത്രണ സ്വഭാവം ഉണ്ടെന്നും അത് മതസ്വാതന്ത്ര്യത്തിൽ അമിതമായി ഇടപെടുന്നു എന്നും വിമർശകർ അഭിപ്രായപ്പെടുന്നു. മതകാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്ന ആശയത്തെ ഇന്ത്യൻ മതേതരത്വം നിരാകരിക്കുന്നു. എന്നാൽ അത് അമിത ഇടപെടൽ നടത്തുന്നുമില്ല. തത്വാധിഷ്ഠിത അകലം എന്ന ആശയമാണ് അത് പിന്തുടരുന്നത്. രാഷ്ട്ര പിന്തുണയോടെയുള്ള മതപരിഷ്കരണത്തെയാണ് അത് ഉയർത്തിപ്പിടിക്കുന്നത്. അസാധ്യമായ പദ്ധതി. മതേതരത്വം പ്രായോഗികമല്ല എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. ജനങ്ങളിൽ മതബോധം ആഴത്തിൽ വേരോടിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ അവർ സമാധാനത്തിൽ ജീവിക്കുക സാധ്യമല്ലെന്നും അഭിപ്രായപ്പെടുന്നു. ഈ വാദഗതി തികച്ചും തെറ്റാണ്. ലെറ്റ് us എക്സാമിൻ ദ ക്രിറ്റിസിസം ഓഫ് ഇന്ത്യൻ സെക്കുലറിസം. ഇന്ത്യൻ സെക്കുലറിസത്തിനെതിരായുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ആൻറ്റി റിലിജിയസ് എന്ന് പറഞ്ഞാൽ മതവിരുദ്ധത. ഇന്ത്യൻ മതേതരത്വം മതവിരുദ്ധമാണെന്ന് വിമർശകർ അഭിപ്രായപ്പെടുന്നു. മതകാര്യങ്ങളിൽ രാഷ്ട്രത്തിൻ്റെ ഇടപെടൽ അനുവദിക്കുന്നതാണ് ഈ വിമർശനത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ സ്ഥാപിത മതങ്ങളുടെ മേധാവിത്വത്തെയാണ്
ഇന്ത്യൻ മതേതരത്വം എതിർക്കുന്നത്. മതേതരത്വം മതപരമായ സത്വത്തിന് ഭീഷണിയാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ മതേതരത്വം മതസ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതര മതങ്ങളോട് വിദ്വേഷവും വെറുപ്പും വളർത്തുന്ന ഹിംസാത്മകവും മതാന്തവുമായ കാഴ്ചപ്പാടുകളെയാണ് ഇന്ത്യൻ മതേതരത്വം എതിർക്കുന്നത്. രണ്ടാമതായി മതേതരത്വത്തെ സംബന്ധിച്ച വിമർശനം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഇമ്പോർട്ട് അഥവാ പാശ്ചാത്യ ഇറക്കുമതി എന്നാണ്. മതേതരത്വം പാശ്ചാത്യമായ ആശയമാണെന്നും അതിനാൽ അത് ഇന്ത്യൻ സംസ്കാരങ്ങൾക്ക് യോജിച്ചതല്ലെന്നും വിമർശകർ അഭിപ്രായപ്പെടുന്നു. പാശ്ചാത്യമാണ് എന്നതുകൊണ്ട് മാത്രം ഇന്ത്യൻ സമൂഹത്തിന് അനുയോജ്യമല്ല എന്ന് പറയുന്നതിൽ കഴമ്പില്ല. രാഷ്ട്രത്തെയും മതത്തെയും വേർതിരിക്കുക എന്ന ആശയത്തിൽ അധിഷ്ഠിതമാണ് പാശ്ചാത്യ മതേതരത്വം എന്ന് മനസ്സിലാക്കിയല്ലോ. ഈ ആശയത്തെ എല്ലാ സമൂഹങ്ങളിലും ഒരേ മാതൃകയിലല്ല സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യൻ മതേതരത്വം ഈ ആശയത്തിൽ അധിഷ്ഠിതമല്ല. ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ് ഇന്ത്യൻ മതേതരത്വ സങ്കല്പം. വിവിധ മതസമുദായങ്ങൾ തമ്മിലുള്ള സമാധാനപരമായ സഹവർത്തിത്വം എന്ന ആശയത്തിന് ഇത് ഊന്നൽ നൽകുന്നു. മതേതരത്വത്തെ സംബന്ധിച്ച മൂന്നാമത്തെ വിമർശനം എന്ന് പറയുന്നത് ന്യൂനപക്ഷത്വം എന്നുള്ളതാണ്. ഇന്ത്യൻ മതേതരത്വത്തെക്കുറിച്ചുള്ള മറ്റൊരു ആരോപണം അതിന് ന്യൂനപക്ഷത്വം ഉണ്ടെന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ പ്രത്യേക അവകാശങ്ങളായി കാണേണ്ടതില്ലെന്നും മറ്റുള്ളവരോട് കാണിക്കുന്ന അതേ അന്തസ്സും ആദരവും അവരോടും കാണിക്കുന്നേ അർത്ഥമുള്ളൂ എന്നും അനുകൂലിക്കുന്നവർ അഭിപ്രായപ്പെടുന്നു. മറ്റൊരു വിമർശനമാണ് ഇന്ത്യൻ മതേതരത്വത്തിനെതിരെയുള്ള മറ്റൊരു വിമർശനമാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം. ഇന്ത്യൻ മതേതരത്വം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നത് മറ്റൊരു പ്രധാന വിമർശനമാണ്. പ്രായോഗികമായി നോക്കുമ്പോൾ അത് പൂർണ്ണമായും തെറ്റല്ല. തെരഞ്ഞെടുപ്പിൽ വോട്ട് ലഭിക്കുന്നതിനായി രാഷ്ട്രീയ കക്ഷികൾ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. ഇത് എല്ലായ്പ്പോഴും തെറ്റാകണമെന്നില്ല. എന്നാൽ ഒരു വിഭാഗത്തിൻ്റെ ക്ഷേമത്തിനായി മറ്റൊരു വിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ ബലികഴിച്ചാൽ അത് മതേതര സങ്കല്പങ്ങൾക്ക് വിരുദ്ധമാണ്. ഇത് സംഭവിക്കുന്നുവെങ്കിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അപകടകരമല്ല. മറ്റൊരു വിമർശനമാണ് ഇടപെടൽ. ഇന്ത്യൻ മതേതരത്വത്തിന് നിയന്ത്രണ സ്വഭാവം ഉണ്ടെന്നും അത് മതസ്വാതന്ത്ര്യത്തിൽ അമിതമായി ഇടപെടുന്നു എന്നും വിമർശകർ അഭിപ്രായപ്പെടുന്നു. മതകാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്ന ആശയത്തെ ഇന്ത്യൻ മതേതരത്വം നിരാകരിക്കുന്നു. എന്നാൽ അത് അമിത ഇടപെടൽ നടത്തുന്നുമില്ല. തത്വാധിഷ്ഠിത അകലം എന്ന ആശയമാണ് അത് പിന്തുടരുന്നത്. രാഷ്ട്ര പിന്തുണയോടെയുള്ള മതപരിഷ്കരണത്തെയാണ് അത് ഉയർത്തിപ്പിടിക്കുന്നത്. അസാധ്യമായ പദ്ധതി. മതേതരത്വം പ്രായോഗികമല്ല എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. ജനങ്ങളിൽ മതബോധം ആഴത്തിൽ വേരോടിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ അവർ സമാധാനത്തിൽ ജീവിക്കുക സാധ്യമല്ലെന്നും അഭിപ്രായപ്പെടുന്നു. ഈ വാദഗതി തികച്ചും തെറ്റാണ്. ഈ അധ്യായത്തിൽ മതേതരത്വം എന്ന സങ്കല്പം നമ്മൾ മനസ്സിലാക്കി. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങൾ ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പ്രിപ്പയർ എ ചാർട്ട് ഷോയിങ് ഡിഫറൻസ് ബിറ്റ്വീൻ വെസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ കൺസെപ്റ്റ് ഓഫ് സെക്കുലറിസം. മതേതരത്വത്തിൻ്റെ ഇന്ത്യൻ കാഴ്ചപ്പാടും പാശ്ചാത്യ കാഴ്ചപ്പാടും ഇവ തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്ന ഒരു ചാർട്ട് തയ്യാറാക്കാം. ചാർട്ട് തയ്യാറാക്കുക എന്ന് ചോദ്യം വരാം. രണ്ടാമത്തെ ചോദ്യം: ബ്രീഫ്ലി ഡിസ്ക്രൈബ് ക്രിറ്റിസിസം അഗെയിൻസ്റ്റ് ഇന്ത്യൻ സെക്കുലറിസം. ഇന്ത്യൻ മതേതരത്തിനെതിരായുള്ള പ്രധാന വെല്ലുവിളികൾ എന്തെല്ലാമെന്ന് പരിശോധിക്കുക. ഈ 2 ചോദ്യങ്ങളാണ് ഈ പാഠഭാഗവുമായി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ക്ലാസ് റൂമിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ മതേതരത്വവും പാശ്ചാത്യ മതേതരത്വവും തമ്മിലുള്ള വ്യത്യാസം സംബന്ധിച്ച് ഒരു പാനൽ ഡിസ്കഷൻ സംഘടിപ്പിക്കാവുന്നതാണ്. മതേതരത്വം എന്ന ആശയം
എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. മറ്റൊരു സങ്കല്പവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.